Hi everyone, this is Ebin here from PSR aka Product Saturday Review. എല്ലാ സാറ്റർഡേയ്സും നമ്മുടെ ചാനൽ ഇനി മുതൽ നിങ്ങൾക്ക് ഓരോ യൂട്ടിലിറ്റി പ്രൊഡക്റ്റുകൾ കിട്ടുന്നതായിരിക്കും. നമ്മുടെ ആപ്പിൾ എക്കോസിസ്റ്റത്തിൽ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആകുന്ന ഓരോ പ്രൊഡക്റ്റായിരിക്കും ഈ ഒരു വീഡിയോസിൽ നമ്മൾ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. എല്ലാ ആഴ്ചയിലും ശനിയാഴ്ച ഒരു റീലായിട്ടും അതേപോലെ മെയിൻ വീഡിയോ ആയിട്ടും നമ്മൾ ഇടുന്നുണ്ടാവും. നിങ്ങൾക്ക് എന്തായാലും ചെക്കൗട്ട് ചെയ്യാം. സോ ഈ ഒരു വീഡിയോ നിങ്ങൾ എന്തായാലും കാണുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന പ്രൊഡക്റ്റുകൾ മാത്രമായിരിക്കും ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കത് കാണിക്കാൻ പോകുന്നത്. സോ സിറ്റ് ബാക്ക്, എൻജോയ് ആൻഡ് വെൽക്കം ബാക്ക് ടു എവിക്ക. നമ്മുടെ ഒന്നാമത്തെ പ്രൊഡക്റ്റാണ് ഈ പറയുന്ന സാൻഡിസ്ക് അൾട്രാ ഡ്യുവൽ ഗോ ഡ്രൈവ് എന്ന് പറയുന്നത്. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു സൈഡിൽ നമുക്ക് USB-Aയും അതേപോലെ മറ്റേ സൈഡിൽ നമുക്ക് USB-Cയും ലഭിക്കുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ ഒരു 3.2 ജനറേഷൻ ആയതുകൊണ്ട് ഫാസ്റ്റ് ആയിട്ടുള്ള ഡാറ്റ ട്രാൻസ്ഫറിങ്ങും അതേപോലത്തെ എല്ലാ കാര്യങ്ങളും ഇത് നമുക്ക് സപ്പോർട്ട് ചെയ്യും. നിങ്ങളുടെ കയ്യിൽ ഒരു iPhone 15 ഓർ ലേറ്റർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ USB-C ആണ് നമുക്ക് ഇതിൽ വരുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഇതിനെ കണക്ട് ചെയ്യുമ്പോൾ തന്നെ ഈ പറഞ്ഞ ഫയൽസ് ആപ്പിൽ ഈ ഒരു പെൻ ഡ്രൈവ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഫയൽസ് ആപ്പ് എടുക്കാം. നിങ്ങൾക്ക് ഇവിടെ നോക്കും മനസ്സിലാവും എബിൻസ് SD എന്നുള്ള പുതിയ ആ ഒരു ഫയൽ ഇവിടെ വന്നിട്ടുണ്ട്. ജസ്റ്റ് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ എല്ലാ വർക്കിംഗ് ഫയൽസും ഡാറ്റാസും എനിക്കിവിടെ ആക്സസ് ചെയ്യാൻ പറ്റും. ഇനി എനിക്ക് ഈ ഒരു ഫയലിലേക്ക് പെട്ടെന്നൊരു ഫോട്ടോ കോപ്പി ചെയ്യണമെങ്കിൽ എൻ്റെ ഫോട്ടോസ് ആപ്പ് എടുക്കാം. ജസ്റ്റ് ഈ പറഞ്ഞ ഷെയർ ടാപ്പ് ചെയ്യാം. താഴത്തേക്ക് പോയി കഴിഞ്ഞിട്ട് ഈ പറയുന്ന സേവ് ടു ഫയൽസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യാം. ഇവിടെ ജസ്റ്റ് പോയി കഴിഞ്ഞിട്ട് നമ്മുടെ ഈ പറയുന്ന SD കാർഡ് സെലക്ട് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും എൻ്റെ SD കാർഡ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, എബിൻസ് SD. ജസ്റ്റ് ടാപ്പ് ചെയ്യാം, സേവ് എന്ന ഓപ്ഷൻ കൊടുക്കാം. ആ ഒരു ഫോട്ടോ എൻ്റെ ഈ പറഞ്ഞ പെൻ ഡ്രൈവിലേക്ക് ഓട്ടോമാറ്റിക്കലി ട്രാൻസ്ഫർ ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് വീഡിയോ ആണ്, ആ ഒരു ടൈം ഇതിനെടുക്കുകയും ചെയ്യും. ഇപ്പോൾ ആ ഒരു ഫയൽ എൻ്റെ SD കാർഡിൽ സേവ് ആയിട്ടുണ്ട്. ജസ്റ്റ് ചെക്ക് ചെയ്യാം, ഫയൽസിലേക്ക് പോവാം. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ആ ഒരു 32.5 MB ഫയല് എൻ്റെ പെൻ ഡ്രൈവിലേക്ക് കോപ്പി ആയിട്ടുണ്ട്. ഇനി ഇത് എനിക്ക് ഡിറ്റാച്ച് ചെയ്തെടുക്കണമെങ്കിൽ ജസ്റ്റ് ഇതേപോലെ ഊരിയെടുത്താൽ മതി, ഓട്ടോ ഇജക്റ്റ് ആയിട്ട് ഇത് വന്നോളും. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഇനി അടുത്തൊരു ഓപ്ഷനാണ് USB-C ആയതുകൊണ്ട് തന്നെ നമ്മുടെ മാക്ബുക്കിലും അതേപോലെ പുതിയ സപ്പോർട്ടിങ് ലാപ്ടോപ്പിലും ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. ഇനി പഴയ ടൈപ്പ് USBs ആണെങ്കിൽ നിങ്ങൾക്ക് USB-A ഉള്ളതുകൊണ്ട് തന്നെ എല്ലാ ഡാറ്റാസും ഡോക്യുമെൻറ്റ്സും ഈ ഒരു പെൻ ഡ്രൈവിലേക്ക് സുഖമായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. അതും അത്യാവശ്യം നല്ല രീതിക്കുള്ള ഫാസ്റ്റ് ഡാറ്റ ട്രാൻസ്ഫറിങ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഹാസൽ ഫ്രീ ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഇവിടെ ചെറിയൊരു നോട്ട് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ടൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയും ടൈ ചെയ്തിടാം. അത്യാവശ്യം നല്ല രീതിക്കുള്ള സ്റ്റോറേജ്, ഇത് 128 GB ആണ്. ഇതിനും വലിയ സ്റ്റോറേജ് നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് തന്നെ iPhone എടുക്കുകയാണെങ്കിലും ഏറ്റവും ബേസിക് 128 GB നിങ്ങൾ എടുത്താൽ മതി. അതിനുശേഷം ഈ പറഞ്ഞ ഫോട്ടോസും ഡാറ്റാസും ഡോക്യുമെൻറ്റ്സും എല്ലാം ഈ പറയുന്ന പെൻ ഡ്രൈവിലേക്ക് കോപ്പി ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു ചെറിയ ഫോം ഫാക്ടറിൽ എല്ലാ ഡാറ്റാസും ഡോക്യുമെൻറ്റ്സും നിങ്ങൾക്ക് ക്യാരി ചെയ്ത് എവിടെ പോവുകയാണെങ്കിലും കൊണ്ടടക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ രണ്ടാമത്തെ പ്രൊഡക്റ്റാണ് Evofox One ജോയ്സ്റ്റിക്ക് എന്ന് പറയുന്നത്. ഈ ഒരു ഡിവൈസിൽ ഞാൻ രണ്ട് മെയിൻ ഫീച്ചേഴ്സാണ് കണ്ടത്. ഒന്നാമത് ഇതിൻ്റെ ട്രാൻസ്പെറൻറ്റ് ബോഡി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും എൻ്റെ ഫിംഗേഴ്സ് അതിൻ്റെ തൊട്ട് ബാക്കിൽ കൂടെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെയും അതേപോലെയാണ്. അതോടൊപ്പം നമ്മുടെ ഈ ഒരു ഡിവൈസിൻ്റെ ഫുൾ വയറിങ്ങും മെക്കാനിസവും എല്ലാം നമുക്ക് ഈ ഒരു ഡിവൈസിൻ്റെ ഉള്ളിൽ നിന്ന് കാണാൻ പറ്റും. ആൻഡ് രണ്ടാമത്തെ ഹൈലൈറ്റിംഗ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു RGB ലൈറ്റാണ്. യെസ്, നിങ്ങൾ ഇപ്പോൾ കൂട്ടരായിട്ട് ഗെയിം കളിക്കാൻ പോയാലും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലിരുന്ന് തന്നെ നമ്മളെല്ലാ ഫ്രണ്ട്സായിട്ട് ഗെയിം കളിക്കുമ്പോഴും എല്ലാവരുടെയും കണ്ണുടക്കാൻ പോകുന്നത് ഈ ഒരു ജോയ്സ്റ്റിക്കിലായിരിക്കും. കാരണം ഈ ഒരു ട്രാൻസ്പെറൻറ്റ് ബോഡിയും ഈ ഹൈലൈറ്റിംഗ് കളേഴ്സും നല്ല രീതിക്ക് അട്രാക്റ്റീവായിട്ട് തന്നെ എല്ലാവരുടെയും മുമ്പിൽ നിൽക്കും. അതോടൊപ്പം നമുക്ക് ഡ്യുവൽ ഷോക്കിലാണ് വരുന്നത്. ഇവിടെ നമുക്കൊരു ഷോക്ക് മോട്ടർ ഉണ്ട്, ഇവിടെ നമുക്കൊരു വൈബ്രേഷൻ മോട്ടർ ഉണ്ട്. ഗെയിമിംഗ് കളിക്കുന്ന സമയത്ത് ആ ഒരു ഗെയിമിംഗ് മോഡ് അനുസരിച്ച് ആ ഒരു ഡ്യുവൽ ഷോക്ക് ഫീഡ്ബാക്ക് നമുക്ക് ലഭിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയിൽ തന്നെയാണ് ഈ ഒരു ഡിവൈസ് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇതൊരു യൂണിവേഴ്സലി കോമ്പാക്റ്റബിൾ ഡിവൈസാണ്. സേ ഫോർ എക്സാമ്പിൾ നമ്മുടെ iPad, iPhone, ആൻഡ്രോയിഡ് ഡിവൈസ്, PC ആൻഡ് നമ്മുടെ PS4 Pro എന്നീ പറഞ്ഞ എല്ലാ ഡിവൈസിലും ഈ ഒരു ജോയ്സ്റ്റിക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. തൊട്ട് താഴത്തേക്ക് നോക്കുമ്പോൾ നമുക്കൊരു USB-C ടൈപ്പ് ചാർജിങ് പോർട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിൽ നമുക്ക് എല്ലാ ചാർജിങ്ങും ഇപ്പോൾ യൂണിവേഴ്സിൽ അക്സെപ്റ്റ്
സി ടൈപ്പ് ആയതുകൊണ്ട് തന്നെ എല്ലാ സമയത്തും നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. 2 hours ആണ് ഇതിൻ്റെ മാക്സിമം ചാർജിങ് ടൈം എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് 800 mAh കിട്ടുന്നതുകൊണ്ട് തന്നെ 8 hours ഓഫ് പ്ലേ ബാക്ക് ഈ ഒരു ഡിവൈസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു ഡിവൈസിൽ നമുക്ക് ഫോൺ വെച്ച് കണക്ട് ആയിട്ട് ഇവോഫോക്സിൻ്റെ ഒരു ഫോൺ ഹോൾഡറും നമുക്ക് വരുന്നുണ്ട്. ജസ്റ്റ് ഈ പറയുന്ന സ്ലോട്ടിലേക്ക് ജസ്റ്റ് വെച്ചിട്ട് താഴത്തേക്ക് ലോക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു ഫോൺ ഹോൾഡറും നമുക്ക് ലോക്കാവും. അത്യാവശ്യം നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഡിവൈസ് യൂസ് ചെയ്തുകൊണ്ട് വലിയ വലിയ ഫോണുകൾ വെച്ചും നമുക്ക് ഗെയിം കളിക്കാൻ പറ്റും. പബ്ജി, കോൾ ഓഫ് ഡ്യൂട്ടി, GTA എന്നിങ്ങനെ എല്ലാ ഗെയിംസും അത്യാവശ്യം നല്ല ഫീഡ്ബാക്കിൽ തന്നെ ഈ ഒരു ജോയ്സ്റ്റിക്കിൽ കളിക്കാൻ പറ്റും. തൊട്ട് താഴത്തേക്ക് പുറകിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ RGB കൺട്രോൾ ചെയ്യാനുള്ള ഒരു സ്വിച്ചും ഉണ്ട്. വൈബ്രേഷൻ മോട്ടോഴ്സ് ഇപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫീഡ്ബാക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് 2 സൈഡിലും ആ ഒരു വൈബ്രേഷൻ മോട്ടറിൻ്റെ ആ ഒരു സ്വിച്ചസ് ഉണ്ട്. ഇവിടെയും നമുക്ക് ആ ഒരു പാമിലും 2 സ്വിച്ചസ് ഉണ്ട്. ബാക്കി എല്ലാ സ്വിച്ചസും നമുക്ക് ഈ ഒരു ജോയ്സ്റ്റിക്കിൽ വരുന്നുണ്ട്. നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെ നമുക്ക് ഈ ഒരു ഡിവൈസിൽ നിന്ന് ലഭിക്കുന്നുണ്ടാവും. നമ്മുടെ മൂന്നാമത്തെ പ്രൊഡക്റ്റാണ് ജിയോ ടാഗ് എയർ എന്ന് പറയുന്നത്. ആപ്പിൾ യൂസേഴ്സിന് എയർ ടാഗ് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചീപ്പസ്റ്റ് ട്രാക്കിംഗ് ഡിവൈസ്. യെസ്, ജിയോ ടാഗ് നമ്മുടെ ഐഫോണിലെ ഫൈൻഡ് മൈ നെറ്റ്വർക്കായിട്ട് കോമ്പാക്റ്റബിൾ ആയതുകൊണ്ട് തന്നെ വേറെ ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷനോ വേറെ ഒന്നും ഈ ഒരു ഡിവൈസ് കണക്ട് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമില്ല. ആൻഡ് ഈ ഒരു ഡിവൈസിൽ എയർ ടാഗിൻ്റെ എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ലഭിക്കുന്നുണ്ട്. അതും 1500 രൂപ എന്നുള്ള ആ ഒരു പ്രൈസ് റേഞ്ചിൽ. ഈ ഒരു പ്രൈസ് തന്നെയാണ് ഈ ഒരു ഡിവൈസിനെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആക്കുന്നത്. നമ്മുടെ ഒരു എയർ ടാഗിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 3500 രൂപയാണ്. കറക്റ്റ് പറയുകയാണെങ്കിൽ 2 ജിയോ ടാഗ് വാങ്ങിക്കാം നമ്മുടെ ഒരു എയർ ടാഗിൻ്റെ പ്രൈസിൽ. ആൻഡ് ഇതൊരു 3 കളർ വേരിയൻറ്റിലാണ് വരുന്നത്. റെഡ്, ബ്ലൂ ആൻഡ് ബ്ലാക്ക്. ഈ 3 കളർ ഷെയ്ഡ്സ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഒരു പേഴ്സണൽ പ്രിഫറൻസ് അനുസരിച്ച് ആ ഒരു ജിയോ ടാഗും വാങ്ങിക്കാൻ പറ്റും. അതേപോലെ എയർ ടാഗിൽ വരുന്ന ലോസ്റ്റ് മോഡ്, ലെഫ്റ്റ് ബിഹൈൻഡ്, സൗണ്ട് എന്നിങ്ങനെ എല്ലാ ഓപ്ഷൻസും നമുക്ക് ഈ ഒരു ജിയോ ടാഗിൽ ലഭിക്കുന്നുണ്ട്. 110 ഡെസിബൽ വരെയും സൗണ്ട് ഈ ഒരു കുഞ്ഞ് ജിയോ ടാഗ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ അത്യാവശ്യം നല്ല ലൗഡായിട്ട് തന്നെയാണ് ഈ ഒരു പ്രോഡക്റ്റിൽ നിന്ന് സൗണ്ടും ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ഫോം ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇത്രയും തിൻ ആൻഡ് സ്ലീക്ക് ആയിട്ടാണ് വരുന്നത്. ഈ ഒരു പ്രോഡക്റ്റ് നമ്മുടെ പോക്കറ്റിലോ അല്ലെങ്കിൽ നമുക്ക് പേഴ്സിൽ വരെയും ക്യാരി ചെയ്യാനുള്ള ആ ഒരു സൈസിലാണ് വരുന്നത്. ആൻഡ് ഈ ഒരു ഡിവൈസ് നമുക്കൊരു 1 year ബാറ്ററി വാറൻറ്റിയും അഡീഷണൽ ബാറ്ററിയും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഒരു എയർ ടാഗിൽ നിന്ന് നമുക്ക് ജിയോ ടാഗിൽ കിട്ടാത്ത ഒരു സ്പെക്ക് എന്ന് പറയുന്നത് പ്രിസിഷൻ ഫൈൻഡിങ് ആണ്. കാരണം എയർ ടാഗിൽ U1 ചിപ്പുള്ളത് കൊണ്ട് നമുക്ക് പ്രിസിഷൻ ഫൈൻഡിങ് ഐഫോണിൽ അവൈലബിൾ ആണ്. പക്ഷേ ഈ ഒരു ഡിവൈസിൽ നമുക്ക് U1 ചിപ്പ് മാത്രമാണ് അവൈലബിൾ അല്ലാത്തത്. അതുകൊണ്ട് തന്നെ ഐഫോൺ യൂസ് ചെയ്തിട്ടുണ്ട് ഒരു പ്രിസിഷൻ ഫൈൻഡിങ് ഈ ഒരു ജിയോ ടാഗിൽ നമുക്ക് അവൈലബിൾ അല്ല. പക്ഷേ ഒരു ചീപ്പ് ആൻഡ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രാക്കിംഗ് ഡിവൈസ് ആണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ എന്തായാലും ഒരു അൾട്ടിമേറ്റ് ഉത്തരമായിരിക്കും ജിയോ ടാഗ് എയർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് അൺബോക്സിങ്ങും കണക്റ്റിങ്ങും എല്ലാ കാര്യങ്ങളും ഗൈഡും ഞാനൊരു ഡെഡിക്കേറ്റഡ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. വീഡിയോ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കാണാൻ പറ്റും. ഇതിൽ ജസ്റ്റ് ഈ ഒരു ഡിവൈസിൻ്റെ ബാക്കിയുള്ള ഫീച്ചേഴ്സും ഗൈഡുകളും മാത്രമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ 4ാമത്തെ പ്രൊഡക്റ്റാണ് മാക്രോ ലെൻസ് എന്ന് പറയുന്നത്. ഈ ഒരു ഗാഡ്ജറ്റ് നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് ഏറ്റവും ചീപ്പായിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു മാക്രോ ലെൻസാണ്. ഇത് ഒരു നോൺ പ്രോ ഐഫോണെ പോലും മാക്രോ ഷോട്ട് എടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഗാഡ്ജറ്റാണ്. നിങ്ങൾക്ക് ഈ പറഞ്ഞ ലെൻസ് ക്യാപ്പ് ഇതിൽ അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മാക്രോ ലെൻസിൻ്റെ ഈ ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഈ ഒരു ഫ്രെയിമിൽ അധികം സ്ക്രാച്ച് ആവാതിരിക്കാൻ ഈ ഒരു ഫ്രെയിം അല്ലെങ്കിൽ ഈ ഒരു ക്യാപ്പ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇങ്ങനെ അഡ്ജസ്റ്റബിളായ ഒരു നോബുള്ളതുകൊണ്ട് നമ്മൾക്ക് ക്യാമറ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇവിടെ റബ്ബർ ബുഷ് അല്ലെങ്കിൽ റബ്ബർ ക്യാപ്പ് ഇവിടെ വരുന്നുണ്ട്. ഈ ഒരു റബ്ബർ ക്യാപ്പ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഡിവൈസിൻ്റെ ക്യാമറയിൽ മാക്സിമം ഒരു ചെറിയ കേടുകളോ അല്ലെങ്കിൽ ചെറിയ സ്ക്രാച്ചസോ വരാതിരിക്കാൻ ഈ ഒരു റബ്ബർ ബുഷ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ആൻഡ് നമ്മൾക്ക് അഡ്ജസ്റ്റബിൾ ഒരു നോബ് അല്ലെങ്കിൽ അഡ്ജസ്റ്റബിൾ ഒരു ഓപ്പണിംഗ് ഉള്ളതുകൊണ്ട് കേസ് ഇടുന്ന ഫോണിലാണെങ്കിൽ പോലും ഈ പറയുന്ന ഓപ്പണിംഗ് നമുക്ക് അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ആ ഒരു കേസ് ഇടുന്ന ഫോണിലും കറക്റ്റായിട്ട് ആക്സസിബിളായിട്ട് വെക്കാൻ പറ്റും. നിങ്ങളുടെ ഈ പറഞ്ഞ ഡിവൈസിൽ മാക്രോ ഷോട്ട് എടുക്കാൻ ഏറ്റവും നല്ലൊരു ഗാഡ്ജറ്റാണ് ഈ പറയുന്നത്. നമ്മുടെ ഡിവൈസിൽ ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്യാം. കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് നമുക്ക് ഈ പറയുന്ന ഡിവൈസിൻ്റെ ഫസ്റ്റ് ക്യാമറയാണ് എനിക്ക് പ്രൈമറി ആയിട്ട് വരുന്നത്. അതിൽ കറക്റ്റായിട്ട് വെച്ച് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്.
ഇനി നമ്മുടെ ക്യാമറ എടുക്കാം. നിങ്ങൾക്ക് ഞാനിവിടെ ജസ്റ്റ് ഒരു ഡെമോ പോലെ കാണിച്ചു തരാം. നമുക്ക് ഇത്രയും അടുത്തേക്ക് പോകുമ്പോൾ ആ ഒരു ക്ലോസപ്പ് ഷോട്ട് അല്ലെങ്കിൽ ആ ഒരു മാക്രോ ഷോട്ട് എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്നത്. ഇപ്പോൾ കുറച്ചധികം മാക്രോ ഷോട്ടിൻ്റെ എക്സാമ്പിൾസ് ഞാൻ കാണിച്ചു തരാം. ഈ പറയുന്ന എല്ലാ ഷോട്ടുകളും ഞാൻ എടുത്തത് ഈ ഒരു സെയിം സിംഗിൾ ഗാഡ്ജറ്റിലാണ്. നിങ്ങൾക്ക് ഇതേപോലെ മഴ പെയ്യുമ്പോഴും അതേപോലെ നമുക്ക് വാട്ടർ ഡ്രോപ്സും ബാക്കി എല്ലാ ക്ലോസപ്പ് ഷോട്ട്സും ക്ലോസപ്പ് വീഡിയോസും ഈ പറഞ്ഞ മാക്രോ ഷോട്ടിൻ്റെ ഈ ഒരു ഗാഡ്ജറ്റ് ഉണ്ട് സുഖമായിട്ട് എടുക്കാൻ പറ്റും. ഇതും നമ്മുടെ ഈ പറഞ്ഞ 100mm മാത്രമാണ് ഞാൻ ഈ വാങ്ങിച്ചിരിക്കുന്നത്. ഇതിൻ്റെ 50mm ഗാഡ്ജറ്റ് വേണമെങ്കിൽ 50mm മാക്രോ ലെൻസ് നമുക്ക് ലഭിക്കും. അതിന് കുറച്ചും കൂടെ ക്ലോസ്ഡ് ആയിട്ടുള്ള മാക്രോ ഷോട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. നമ്മുടെ ഡിവൈസ് പ്രോ അല്ലെങ്കിൽ നമുക്ക് മാക്രോ ഷോട്ടുകൾ എടുക്കാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു ചെറിയ ഗാഡ്ജറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഈ പറഞ്ഞ എല്ലാ മാക്രോ ഷോട്ടും ബ്യൂട്ടിഫുള്ളായിട്ട് ഐഫോൺ യൂസേഴ്സിന് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. സോ ഇന്ന് കണ്ട 4 പ്രോഡക്റ്റും നിങ്ങളുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആണെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ വീഡിയോ തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. ഈ എല്ലാ പ്രൊഡക്റ്റും വാങ്ങിക്കാനായിട്ട് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് തൊട്ട് താഴത്ത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ എല്ലാ പ്രൊഡക്റ്റുകളും നിങ്ങൾക്ക് ഈസി ആയിട്ട് വാങ്ങിക്കാൻ പറ്റും. ആൻഡ് ഇതേപോലെ അടിപൊളി പ്രൊഡക്റ്റുകളും കാര്യങ്ങളും അറിയാനായിട്ട് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുന്ന ഉറപ്പുവരുത്തുക. ഇതേപോലുള്ള പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾ തേടിയെത്തുന്നതായിരിക്കും. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. This is Xavier signing from Evika and have a nice day.